ജോലി തന്നു, 8ന്റെ പണി തന്നു. ഞാൻ 5 ലക്ഷം കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പണി തന്നു. അതല്ലാതെ ഹോട്ടലിൽ കുക്കിന്റെ ജോലി തരാന്ന് പറഞ്ഞതോ? അത് തന്നില്ല. അത് എന്നെ ഇത് പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. നമ്മള് പാവപ്പെട്ടവനല്ലേ, പാവപ്പെട്ടന്റെ വില എത്ര വില പണക്കാരന് കുതിര കയറാലോ. ശ്രീ ദിനേശൻ നമ്മോടൊപ്പം. ദിനേശ്, ഇപ്പോൾ താങ്കളും പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നു. താങ്കളെ വലിയ തോതിൽ മണ്ണുത്തി CI ഷുക്കൂർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, അവിടെ മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് മാത്രമാണല്ലോ. അങ്ങനെയുള്ള താങ്കൾ എന്തിനാണ് ഇപ്പോ പോലീസ് അടിക്കുന്നത്? മനസ്സിലായില്ല ഞാനങ്ങ് എനിക്ക് ക്ലിയർ ആയില്ല. ഹലോ, എന്തിനാ ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ മണ്ണുത്തി CI ഷുക്കൂർ താങ്കളെ അടിച്ചു എന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ. അതെന്തിനായിരുന്നു? താങ്കൾ പരാതിക്കാരനല്ലേ? അതായത് ഞാൻ പരാതിപ്പെട്ടതിന് ശേഷം ഈ ഔസഫ് എന്ന് പറഞ്ഞ ഒരാള്, ഔസഫിനെ അറിയില്ലേ? ഔസഫ് ഉണ്ട് നമ്മുടെ ചർച്ചയിൽ, പറഞ്ഞോളൂ. ആ പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടാണ് CIക്ക് ഞാൻ 5 ലക്ഷം വാങ്ങിച്ചിട്ട് പോയിന്ന് വെച്ചിട്ട്. അല്ല, താങ്കൾ ഈ 5 ലക്ഷം വാങ്ങുന്നതിന്റെ ഫുട്ടേജ്, അതിന്റെ ദൃശ്യം, അതിന്റെ വിഷ്വൽ നേരത്തെ കണ്ടു താങ്കൾ വാങ്ങിക്കുന്നത്. അതിന്റെ കൂടെ ഇവർ രണ്ടാളും എന്റെ വണ്ടി കയറിയിട്ടുണ്ടല്ലോ, രണ്ടാളും കൂടെ ഉണ്ടല്ലോ. ഇവര് നാടാണ്. എന്നെ എന്തിനും ഇവര് വീട്ടിൽ കൊണ്ടുപോയി. ഇവര് എന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതല്ലേ. പ്ലാൻ ചെയ്ത് ഇടവഴി എത്തുമ്പോഴേക്കും അവര് വേറെ ആൾക്കാർ കവർ കൊടുക്കാനായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ പോയത്. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് കേസ് കൊടുക്കല്ലോ എന്റെ പേരില്. അല്ല, എന്നാ അപ്പോൾ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. ശരി, അപ്പോൾ താങ്കൾക്ക് പൈസ തന്ന ശേഷം ആ പൈസ തിരിച്ചു വാങ്ങിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഒത്തുതീർപ്പിന് നിന്നത്? ഒത്തുതീർപ്പിന് താങ്കൾ ഒപ്പിട്ട് കൊടുത്തല്ലോ. എനിക്കൊരു ജോലി തരാന്ന് പറയാം. ഞാനൊരു കുക്കാണ്. അപ്പൊ ആള് തന്നെ പറഞ്ഞു ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്, എനിക്ക് അറിയില്ലേ ചോദിച്ചു. ശരി, ഇപ്പൊ അങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ഇതിന് ഒരു ഒത്തുതീർപ്പ്. അയാൾ ജോലി തരാ പറയുന്നത് റെക്കോർഡിക്കല്. എന്നിട്ട് ജോലി തന്നില്ലേ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എന്റെ റെക്കോർഡുണ്ട്, എന്റെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അല്ല, ജോലി എന്നിട്ട് തന്നില്ലേ? ജോലി തന്നു, 8ന്റെ പണി തന്നു. ഞാൻ 5 ലക്ഷം കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പണി തന്നു. അതല്ലാതെ ഹോട്ടലിൽ കുക്കിന്റെ ജോലി തരാന്ന് പറഞ്ഞതോ? അത് തന്നില്ല. അത് എന്നെ ഇത് പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. നമ്മള് പാവപ്പെട്ടവനല്ലേ, പാവപ്പെട്ടന്റെ വില എത്ര വില പണക്കാരന് കുതിര കയറാലോ. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അന്ന് പണമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് CIനെ വിളിച്ച് പറയാം, കമ്മീഷണറിനെ വിളിച്ച് പറയാം, പത്രക്കാരനെ വിളിച്ച് കൂട്ടിക്കൊണ്ടിട്ട് എന്റെ വണ്ടിയിൽ 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞില്ല അവർക്ക്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അല്ല ശ്രീ ദിനേശ്, ഇപ്പോ അത് തന്നെ കള്ളത്തരമല്ലേ സാറേ? അത് തന്നെ കള്ളത്തരമല്ലേ? വന്ന ദൃശ്യങ്ങളിൽ താങ്കൾ അവിടെ ഹോട്ടലിൽ പോയിട്ട് താങ്കളെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ബിരിയാണി വായിൽ വെച്ച് മർദ്ദിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവരാദ്യം എന്നെ തല്ലിയിട്ടേ ഇല്ല പറഞ്ഞു, എന്റെ പണിക്കാർ തൊട്ടിട്ടില്ല പറഞ്ഞു, എന്നെ തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാണുന്നത് ഇല്ലേ? അതുണ്ട്. അല്ല, താങ്കളെ തല്ലിയതോ? അയാൾ നുണയാണ്, കള്ള നുണ തന്നെയാണ്. കാരണം എന്നെ പറഞ്ഞ് പറ്റിച്ച് ദൈവം അയാൾക്ക് ശിക്ഷ കൊടുക്കും. കാരണം എന്നെ തള്ളിക്കൊണ്ടുപോകണം. ഇവര് പണിക്കാർ, 5 പണിക്കാർ എന്നെ തള്ളി എന്നെ ഇടിച്ച്, മൂക്കിനെ ഇടിച്ച്, തലയ്ക്കൊക്കെ ഇടിച്ച്, അത് സത്യം ദൈവത്തിന് ഇവർ പകുതി മുക്കാലും കട്ട് ചെയ്തു. അതിനുശേഷമാണ് SI വന്ന് നോക്കിയപ്പോ എന്നെ തല്ലുന്ന സീൻ കണ്ടിട്ടാണ് SI ഇവരുടെ ആൾക്കാരെ വിളിച്ച് അടിച്ചത്. താങ്കൾ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്നെ തല്ലി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് കൊണ്ടാണോ SI ഇവരുടെ 2 ജോലിക്കാരെ, അതായത് 2 മാനേജരെയും ഡ്രൈവറെയും അടിച്ചത്? അതായത് എന്നെ 5-6 ആളും കൂടി ഇടിച്ചതിന് ശേഷം പറഞ്ഞു എന്റെ കീസിലൊക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ SI പറഞ്ഞു CCTV ദൃശ്യം നോക്കാൻ പറഞ്ഞപ്പോ എന്നെ ഇടിക്കുന്ന സീനുണ്ട്. CCTV ദൃശ്യം പോലീസ് അപ്പൊ പോയി നോക്കി? ആ സമയത്ത് നോക്കി അവരുടെ കയ്യിലുണ്ട്, ആ സാധനം അവരുടെ കയ്യിലുണ്ട്, ഞാൻ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ അത് എനിക്ക് കാണിച്ചു തന്നു. അല്ല, പോലീസ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് അതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് എഴുതുമ്പോൾ ഈ കാര്യം എഴുതണ്ടേ? പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇങ്ങനെ താങ്കളെ മർദ്ദിച്ചു എന്നോ താങ്കളുടെ വായിൽ ബിരിയാണി തിരികുന്നോ എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത് പോലീസ് റിപ്പോർട്ടിൽ. ഔസഫിന്റെ ആൾക്കാർ ഒരു ലിസ്റ്റ് ആയിട്ട് വന്നു, ഞങ്ങളുടെ അവിടെ ഇടിയുണ്ടായി. ഇതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ 5-6 പണിക്കാരെ ഇടിച്ചു എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ നുണ പറഞ്ഞു പറഞ്ഞാണ് ആ SI തല്ലിയത്. അത് ഞാൻ കണ്ട ദൃശ്യമാണത്. എന്തിനാ നുണ പറഞ്ഞു പറഞ്ഞാൽ ഒരാളിന് വെറുതെ തല്ലോ സാറേ? ഒരു പോലീസുകാരൻ വെറുതെ അയാൾക്ക് ഭ്രാന്തൊന്നുമല്ലല്ലോ, അയാൾ പറയുന്നതൊക്കെ നുണയാണ് ഔസഫ് പറയണത്. അതുകൊണ്ടാണ് പോലീസ് തല്ലിയത്. എന്നെ തല്ലിയ ദൃശ്യം അയാൾ കണ്ടു. എന്നെ തല്ലുന്നതും ബിരിയാണി വായിൽ കുത്തിക്കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ബാക്കി ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇവര് കട്ടാക്കിയ സീനൊക്കെ കയ്യിലുണ്ട്, പോലീസുകാരുടെ കയ്യിലുണ്ട്.
അതുകൊണ്ടാണ് തല്ലിയത്. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ ഇപ്പൊ പോലീസുകാർക്കെതിരെ ഇദ്ദേഹം കേസ് നടത്തുകയും പോലീസുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദൃശ്യം പോലീസുകാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് പോലീസ് പുറത്തുവിടില്ലേ? അത് നമ്മളെയൊക്കെ കാണിക്കില്ലേ? എനിക്കറിയില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. കാര്യം ചോദിച്ചാല് അത് അവരോട് ചോദിക്കണം. അത് അവരുടെ എന്തെങ്കിലും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയേ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പരാതി കൊടുത്തതുകൊണ്ടാണല്ലോ പോലീസ് അവർ വിളിച്ച് അടിച്ചത്. ചിലപ്പോ അവര് പരാതി കൊടുത്ത് എന്നാലും അടിക്കേണ്ടത്. അല്ല, ആദ്യം ആരാണ് പരാതി കൊടുത്തത്? ആദ്യം ഞങ്ങളാണ് പരാതി കൊടുത്തതെന്ന് ഔസഫ് പറയുന്നു. അത് അവിടെ റെക്കോർഡിങ്ങിൽ കാണുമല്ലോ. താങ്കളാണ് പരാതി കൊടുത്തത്. കാണും, അന്വേഷിക്കൂ. അല്ല, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒത്തുതീർപ്പാണെങ്കിൽ പിന്നെ ഓക്കെ, താങ്കൾ പറഞ്ഞു ആ പൈസ അവർ തിരിച്ചു വാങ്ങിയെന്ന്. ഒത്തുതീർപ്പ് തിരിച്ചു വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഒത്തുതീർപ്പിന് ഒരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു. ഒത്തുതീർപ്പിന് കടലാസ് ഒപ്പിട്ട് കൊടുത്ത ആളെ പിന്നെ പോലീസിനെ വിട്ട് പിടിപ്പിക്കേണ്ട എന്ത് കാര്യമുണ്ടെന്ന്? അതാണ് അയാൾ അത്രയും വലിയ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചോദിച്ചാല് എനിക്ക് ജോലി തരാമെന്നും പറഞ്ഞ് ഈ ഒത്തുതീർപ്പിനാക്കാനും പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകേണ്ട വല്ല കാര്യം എന്താ? അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു. കാരണം മാസ്റ്റർ പ്ലാനിങ് ആയിരുന്നു. എന്നെ കൊണ്ടുപോയി കൊടുക്കുക, അവരെ മാന് ജയിലിലിട്ടതിനെ അവിടെ ലോക്കപ്പിലിട്ടതിനുള്ള പ്രതികരണം എന്നെ ചെയ്യായിരുന്നു. ഇതാണ് ഞാൻ പിന്നീട് മനസ്സിലായത്. ഞാനൊരു മണ്ടത്തരം പറ്റി. അവരുടെ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു. ആ വണ്ടിയിൽ ഇവര് രണ്ടെണ്ണത്തിന് കയറിയ എന്തിനാ? എന്നാ പിന്നെ എന്നെ ഇവരുടെ വീട്ടിലെ വണ്ടിയിൽ വേറെ വണ്ടിയിൽ ഒന്നുകൂടായിരുന്നില്ലേ? ശരി, ഓക്കെ. എങ്കിലും നിങ്ങൾ പറഞ്ഞത് ന്യായമായിരുന്നു. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞു മുഴുവനാക്കിയിട്ടില്ലല്ലോ സാറേ. എനിക്ക് ഇയാള് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് എനിക്ക് മലയാളം എഴുതാനറിയില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കേൾക്കണ്ടോ? കേൾക്കാം. ആ സമയത്ത് ഈ ഹൗസ് ഓഫ് ഇരുന്ന് എഴുതുന്നുണ്ട്. എന്തെന്നറിയോ? ദിനേശ് എന്ന് ഞാൻ ഈ കേസ് തീരുമെന്ന് ഇതിനകത്ത് എനിക്ക് ജോലി തരാം എന്ന് പറഞ്ഞതും അവിടെ കൊടുത്ത കടലാസിൽ, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കടലാസിൽ ഹൗസ് ഓഫ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ആ എല്ലാം എഴുതിയതും അയാൾ പറഞ്ഞ സുത്തമാണ്. ഞാൻ ആ വീഡിയോ ആണ് ഞാൻ പ്രസന്റ് ചെയ്യുക. പിന്നെ ഇയാൾ പറഞ്ഞ ഹോട്ടലുകാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. ഹലോ, കേൾക്കണ്ടോ? കേൾക്കാം. ഹോട്ടല് ഞാൻ സെൽഫി എടുക്കുക വർത്തമാനം പറയല്ല ചെയ്ത്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഒരു വീഡിയോ എടുത്തത്. ഇയാൾ എന്തോ ഒരു പന്തിയത് പണം. ഞാൻ പണം ചോദിച്ചിട്ടില്ല. പണം ചോദിക്കുകയാണെങ്കിലല്ലേ എനിക്ക് മുണ്ടാണ്ട് പോകേണ്ട കാര്യമുള്ളൂ. ഇയാൾ ചെയ്യുന്ന എന്തോ ഒരു പന്തികേടാന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ പാവപ്പെട്ടവരാണല്ലോ, എന്നാലും നമ്മൾ സിനിമാണുന്നവരല്ലേ. ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചാൽ പുള്ളി എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഹൗസ് ഓഫീസിനും ചേട്ടനുമായിട്ടും ചെറിയൊരു കടൽ വിഷയം. ശരി, ഓക്കെ. അങ്ങനെ ഇതിപ്പോ ഈ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഇവിടെ പക്ഷേ കാതലായ ഒരു പ്രശ്നം. പക്ഷെ അബിൻ വർക്കി ഒന്ന് ഇപ്പൊ പോലീസിന്റെ പണി എന്താണ് എന്നുള്ളതാണ്. പോലീസ് ഇത്തരത്തിലുള്ള കേസുകള് എന്നെ ഫുള്ള് പറയാൻ കൊടുക്കുക. എന്നെ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ താങ്കൾക്ക് എന്താ പറയാനുള്ളൂ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ചുരുക്കി പറയും. ഹൗസ് ഓഫ് തന്നെ പറയുന്നുണ്ട് എന്റെ പണിക്കാർ ചെയ്തതിന്റെ മാപ്പാണ്. അവര് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ റെക്കോർഡുണ്ട്, എഴുതിയതോ? വീഡിയോ ഉണ്ട്. ഓക്കെ. ആ വീഡിയോ ഒക്കെ പുറത്തുവിടൂ. താങ്കളെ ബന്ധപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അത് അയച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാലോ. എന്തായാലും എനിക്കിത് പുള്ളി എഴുതുന്നതും എന്റെ അടുത്ത് ഈ പറഞ്ഞതല്ല. എന്റെ വീഡിയോ ഉണ്ട്. ഓക്കെ. അങ്ങനെയുള്ള വീഡിയോ വക്കീലോട് ചോദിച്ചിട്ട് പറ്റിയെങ്കിൽ ഞാൻ നാളെ തരാം. ശരി, നാളെ പുറത്തെത്തിക്കും. എല്ലാം വരട്ടെ. ശരി. കൊടുത്തോളാൻ പറഞ്ഞ കാരണം കേസ് നടത്താൻ നമ്മൾ കോടതിയെ മാനിക്കണം. ശരി, ഓക്കെ. താങ്കളുടെ വേർഷൻ എനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ.